മോനെ, നന്നായി വരും. മോള് നിലവിളക്ക് പൂജാമുറി കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചുള്ളൂ. ചെല്ല്. വാ പാറു. പാറു വാ. പാറു വിളക്ക് അവിടെ വെക്ക്. ഇനി രണ്ടാളും പ്രാർത്ഥിച്ചോളൂ. ഭഗവതി, എന്റെ പ്രാർത്ഥന നീ കേൾക്കുന്നില്ലേ? എന്റെ ലൈഫ് ഇതെങ്ങോട്ട് ഒന്ന് എന്നെ പരീക്ഷിക്കണം. ഭഗവതി, എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരണേ. അമ്മേ ദേവി, എന്തൊക്കെയായി നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പാറുവിനെ എത്രയും പെട്ടെന്ന് സിദ്ധാർത്ഥൻ ഡോക്ടറിന്റെ അടുത്തെത്തിക്കാൻ പറ്റണേ. കൂടെ ഉണ്ടാവണേ. ഭഗവതി, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ഏട്ടത്തിയുടെ മനസ്സ് ഏട്ടന്റെ കൂടെ തന്നെ നിൽക്കണേ. എല്ലാം മറന്ന് ഏട്ടനും ഏട്ടത്തിയും സന്തോഷത്തോടെ ജീവിക്കാൻ ദേവി അനുഗ്രഹിക്കണമേ. എടാ ഇന്ദ്ര, എടാ മോനെ, എടാ മോനെ ഇന്ദ്ര, എന്താ ഈ കാണിക്കണേ? അയ്യോ എടാ മോനെ, മോനെ ഇന്ദ്ര, എല്ലാരും വന്നോ? എവിടെ എവിടെ ഏട്ടത്തിയമ്മ? ഏട്ടത്തിയമ്മ എവിടെ? ഏട്ടത്തിയമ്മ വന്നില്ലേ? അയ്യോ വേണ്ട മോനെ, ചുമ്മാ എനിക്ക് വേണ്ടടാ, ഇന്ദ്ര വേണ്ടടാ. അയ്യോ 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 വേണ്ട വേണ്ടടാ, എടാ വേണ്ട മോനെ, വേണ്ട വേണ്ടടാ, പറയുന്ന കേക്ക്. വേണ്ട വിട്. എടാ ചക്കണോ പറയണ കേക്ക്. മോനെ ഒന്നും ചെയ്യില്ല. പറയുന്ന കേക്ക്. വേണ്ടടാ, ഒന്നും ചെയ്യല്ലേ എന്റെ മോനെ, ഒന്നും ചെയ്യല്ലേ. ഞാൻ കാല് പിടിക്കാം, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ. വേണ്ടടാ. ശരിക്കും അടിക്കേണ്ടത് ഇവനെയല്ല നിങ്ങളെയാ. എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. നിങ്ങളാ ഈ വീടിന്റെ ആവാസകുലം. ഈ വീട്ടിലേക്ക് നിങ്ങൾ വന്ന് കേറിയത് മുതല് ഞങ്ങൾക്ക് ആ ദുരിതം. അച്ഛനെ പറ്റിച്ച് സ്വത്തുക്കൾ സ്വന്താക്കി അച്ഛനെ നിങ്ങൾ കൊന്നു. തള്ളേ
നിങ്ങളെ ഈ പൊട്ട ചെക്കനെയും ഇനി എന്റെ കൺവെട്ടത് കണ്ടുപോരുത്. നീ വാ. എടാ വേണ്ടെന്ന്. കേറ്, കേറ്. ആ, നടക്കങ്ങോട്ട്. മോനെ പടനിരുത്ത പത്മനാഭന്റെ പെൺസന്താനം തൊട്ടടയിലെ എരിഞ്ഞൊടുങ്ങി. 5 ഭാഗം ഗണിച്ച് പിറക്കാൻ പോകുന്നത് പെൺകുഞ്ഞാണെന്ന് ജോത്സ്യര് പറഞ്ഞപ്പോ അന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ അവള് കാരണം വരും കാലത്ത് തന്തയ്ക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്ന് ഒരു വാക്കന്ന് ആ ജോത്സ്യര് പറഞ്ഞിരുന്നെങ്കിൽ നീ പോലും അറിയാതെ നിന്റെ വയറ്റിലിട്ട് തന്നെ ഞാൻ ഇവിടെ തീർത്തേനെ. എന്തൊക്കെയായാലും പാറു നമ്മുടെ മോളല്ലേ. ഏയ്! ഇല്ല, ഇനി പത്മനാഭനും സൗഭാഗ്യയ്ക്കും ഇങ്ങനൊരു മകളില്ല. അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും ചുടലയിൽ തീർന്നു. അവളുടെ പേര് പോലും ഇനി ഈ വീട്ടിൽ ആരും മിണ്ടിപ്പോകരുത്. അവളുടെ ഒരു ഓർമ്മയും ഈ വീട്ടിൽ അവശേഷിക്കരുത്. നാളെ ഈ മുറ്റത്ത് അവക്ക് ഞാൻ പിണ്ടച്ചോറുരുട്ടും, ശേഷക്രിയകൾ നടത്തും. ഇത്രയൊക്കെ വേണോ മുതലാളി? ഏയ്! നാടാ, നിനക്ക് അവളോട് സഹതാപമാണോ? സഹതിപ്പിക്കാൻ നിന്നാലേ നിനക്ക് ആ സ്ഥാനം പടിക്ക് പുറത്തായിരിക്കും. കേട്ടോളൂ നായേ. അഭിമാനോർത്ത് നാട്ടുകാരുടെ മുന്നിൽ ഇതുവരെ പിടിച്ചു നിന്നു, തകർത്തഭിനയിച്ചു. മതി, ഇനി അത് വേണ്ട.